യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇനി വേണ്ടത് റെസ്റ്റാണ്. ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് മനസ്സിനെ വിഷമിപ്പിക്കരുത്. മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ശരി ഡോക്ടർ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. കൂടുതലൊന്നും പറഞ്ഞും ചോദിച്ചും ഈ കുട്ടിയെ വിഷമിപ്പിക്കരുത്. ശരി ഡോക്ടർ. പേടിക്കാനൊന്നുമില്ല കേട്ടോ. ശരി. മോള് കിടന്നു. അച്ഛാ. എന്താ മോളെ, എന്തിനാ നീ കരയുന്നേ? അച്ഛൻ കുറച്ചു നേരം എന്റെ അടുത്തിരിക്കോ? എന്താ മോളെ, എന്തു പറ്റി? മോളെ, ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛനുണ്ട് നിന്റെ കൂടെ. സത്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടപ്പോ ഞാൻ തകർന്നുപോയി. ആ നിമിഷം ഞാൻ എന്റെ അച്ഛനെ പോലും മറന്നു. അതാ ഞാൻ. പോട്ടെ മോളെ, സാരമില്ല. എന്റെ മോളൊരു പാവ. അതാ ആളുകളുടെ കള്ളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. അതെ മോളെ, നീ ഒന്നോർത്തോ, ഒരു പ്രതിസന്ധിയിലും ഞങ്ങൾ ആരും നിന്നെ തനിച്ചാക്കിയില്ല. ഈ അച്ഛന് സ്വന്തമെന്ന് പറയാൻ പണവും പ്രതാപവും ഒന്നുമില്ല. അതിനേക്കാൾ വലിയ വില ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. 5 പെൺമക്കളുടെ അച്ഛൻ ആകാൻ സാധിച്ചതാ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്ത പുണ്യം. അങ്ങനെ വിശ്വസിക്കുന്ന ആളാ ഞാൻ. ഞാൻ എന്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചു. എന്താ മോളെ ഇത്? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അതൊക്കെ നമുക്ക് മറക്കാം. അതെ, ഞങ്ങൾക്ക് നീ അനിയത്തിയല്ല, മോള. അത് നീ മറക്കരുത് മഞ്ചാടി. നമ്മുടെ അച്ഛന് നിന്റെ പേരില് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ആർക്കും സാധിക്കാത്ത പലതും നീ വേണം അച്ഛന് നേടിക്കൊടുക്കാൻ. ചേച്ചി പറഞ്ഞതാ ശരി. നീ ഓർത്തോ മോളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ അത് ഞങ്ങൾക്കൊക്കെ സഹിക്കാൻ പറ്റുമോ? നമ്മുടെ അച്ഛന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നോക്ക്, നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ ഈ അച്ഛൻ ജീവിച്ചത്. ഇപ്പൊ ജീവിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടിയാ. അതെന്റെ മക്കളും മറക്കരുത്. എന്റെ തെറ്റെനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ശരി. അതെ, ഇനി അതൊന്നും എന്റെ മോൾ ഓർക്കണ്ട. എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നേക്ക്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറമോളെ. ഒരു തെറ്റും ചെയ്യാതെ ഗോകുലേട്ടൻ ശിക്ഷിക്കപ്പെടുന്നത്. ആ പാവത്തിനെ രക്ഷിക്കാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാനും എവിടെ വേണമെങ്കിലും വന്ന് സാക്ഷി പറയാനും ഞാൻ തയ്യാറാ. അതേക്കുറിച്ച് ഓർത്ത് മോള് വിഷമിക്കണ്ട. അതിനു വേണ്ടതൊക്കെ ദാസും രഘുവും കൂടി ചെയ്തോളും. അതെ, അവര് നമ്മളോട് കാണിച്ച ദയക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കറിയാം ചേച്ചി, ഞാൻ ചെയ്തു പോയ തെറ്റിന് ഗോകുലേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് പറയാനും ഞാൻ തയ്യാറാ. ആ മനുഷ്യനപ്പോ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ. ഈശ്വരനായിട്ടാ ഗോകുലിനെ അവിടെ എത്തിച്ചത്. ഞാൻ ഗോകുലേട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വൈരാഗ്യമൊന്നും മനസ്സിൽ വെക്കാതെ എന്നെ സഹായിക്കാൻ നോക്കിയ മനുഷ്യനെ ഞാൻ ജയിലിലടയ്ക്കാൻ സാക്ഷി പറഞ്ഞത്.